നമ്മളിവിടെ കുറച്ച് പൂക്കളാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു കമ്പി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെയുള്ള ഒരു വലിയ ക്ലോത്ത് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതേപോലെയുള്ള ഒരു പെയിന്റിന്റെ ബോട്ടിലാണ്. അതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കമ്പി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് അറ്റം വെച്ച് തിരിച്ചു കൊടുക്കണം. തിരിച്ച് കഴിഞ്ഞിട്ട് ഊരി എടുക്കുമ്പോൾ ഇതേപോലെ ഒരു സർക്കിൾ നമുക്ക് കിട്ടും. ഇതേപോലെ ഒരു 5 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച തുണി ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ആ കമ്പി അതിൻ്റെ ഉള്ളിൽ വെച്ച് തുണി വെച്ചിട്ടൊന്ന് കൂട്ടി പിടിക്കണം. ഈ കൂട്ടി പിടിച്ച ഭാഗത്ത് ഇതേപോലെ നൂല് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. അങ്ങനെ 5 കമ്പികളിലും ഇതേപോലെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോ കമ്പിയും ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു നൂല് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഒരു പൂവിൻ്റെ ഇതള് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഇതളുകളൊക്കെ ഒന്ന് നേരെയാക്കി കൊടുക്കാം. ഇനി ഇതേപോലെ ഒരു സെല്ലോ ടാപ്പ് എടുത്തിട്ട് ഈ പൂവിൻ്റെ അടി മുതൽ അറ്റം വരെ ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ പൂവ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൊട്ടുണ്ടാക്കാം. അതിനായിട്ടൊരു കമ്പി എടുത്തിട്ട് അതിൻ്റെ അറ്റം ഇതേപോലെ ഒന്ന് വളച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ കുറച്ച് തുണീൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് വേറൊരു കഷ്ണത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതേപോലെ കമ്പി ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ അറ്റം ഇതേപോലെ ഒന്ന് കൂട്ടി പിടിച്ചു കൊടുക്കുക. ഇനി ആ കൂട്ടി പിടിച്ച ഭാഗം ഇതേപോലെ നൂല് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. അതും ഇതേപോലെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പൂവ് എടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് ഇതേപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് പശ തേച്ച് കൊടുക്കുക. ഗ്ലൂ ഗണ്ണൊക്കെ ഉണങ്ങി വന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു മഞ്ഞ പെയിന്റ് വെച്ചിട്ട് ഒന്ന് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ സെല്ലോ ടേപ്പ് ഒട്ടിച്ച ഭാഗം ഇതേപോലെ ഗ്രീൻ കളർ വെച്ചിട്ട് ഒന്ന് പെയിന്റ് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി 2-3 കമ്പികൾ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കൂട്ടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കമ്പിയിലേക്ക് ഓരോ പൂക്കളായിട്ട് ഇതേപോലെ ഒന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഓരോ പൂക്കളും താഴെ വരുന്ന രീതിയിൽ ഇതേപോലെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പൂക്കളും മൊട്ടുകളും ഒക്കെ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ ഒട്ടിച്ച സെല്ലോ ടേപ്പിന്റെ മുകളിൽ ഇതേപോലെ ഗ്രീൻ കളർ തന്നെ വെച്ചിട്ട് ഒന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുത്ത പൂക്കൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക.